ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ നമ്മുടെ സ്വന്തം IOCയുടെ ഡിവിഡൻഡ് ന്യൂസ് ഇന്നലെ വൈകുന്നേരം പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ കമ്പനിയുടെ Q4 റിസൾട്ടും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിനെ വെച്ച് നോക്കുമ്പോൾ ഈ ക്വാർട്ടറിൽ വളരെ മികച്ച പ്രകടനമാണ് കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത്. 2024 ഡിസംബർ ക്വാർട്ടറിൽ 2147 കോടി രൂപയായിരുന്നു നെറ്റ് പ്രോഫിറ്റ് കാണിച്ചിരുന്നത്. എന്നാൽ ഈ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് 8368 കോടി രൂപയായിട്ട് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ 2147 കോടി ഉണ്ടായിരുന്നത് ഇപ്പോൾ 8368 കോടി രൂപയായിട്ടുണ്ട്. EPS അഥവാ ഏണിംഗ് പെർ ഷെയർ നോക്കിക്കഴിഞ്ഞാൽ 1.5 നിന്നും 5.75 മാറ്റിയിട്ടുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറഞ്ഞപ്പോഴും ഇവിടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ വലിയ കുറവ് വരുത്തിയിരുന്നില്ല. ഇതാണ് കമ്പനിയുടെ നല്ല പ്രോഫിറ്റിന് കാരണമായൊരു ഘടകം. ക്വാർട്ടർലി റിസൾട്ട് വെച്ചിട്ടാണ് ഈ പറഞ്ഞത്. എന്നാൽ ഇയർ ഓൺ ഇയർ ബേസ് നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ പെർഫോമൻസ് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം ഡൗൺ ആണെന്ന് കാണാൻ സാധിക്കും. റിസൾട്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കമ്പനി കാണിച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും കാത്തിരുന്ന ഡിവിഡൻഡ് എത്രയാണെന്നുള്ള കാര്യത്തിലും ക്ലാരിറ്റി വന്നിട്ടുണ്ട്. കമ്പനി 3 രൂപയാണ് ഓരോ ഷെയറിനും ഷെയർ ഹോൾഡേഴ്സിന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ വിചാരിച്ചത് 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ഇടയിലൊരു എമൗണ്ട് കിട്ടുമെന്നാണ്. ബട്ട് 3 രൂപയാണ് കമ്പനി കൊടുക്കുന്നത്. സാരമില്ല, ഇതിൻ്റെയും കൂടെ കൂട്ടിയിട്ട് അടുത്ത തവണ നമുക്ക് തരുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിപ്പോൾ ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഇനി ഇവരുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ബോർഡ് ഇത് അപ്രൂവ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 ദിവസത്തിനകം ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുകയും ചെയ്യും. സാധാരണ ഓഗസ്റ്റ് മാസത്തിലാണ് ജനറൽ മീറ്റിംഗ് നടക്കുന്നത്. ഞാൻ അതിൻ്റെ ഡേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചാനൽ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മറ്റ് കമ്പനികളുടെയും ന്യൂസും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.